നമുക്കിന്നേ വളരെ രസകരമായി രമേഷ് പിഷാരടി വോട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഷാഫിയോട് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഒരു പാട്ട് പാടുന്നു. ഞാൻ പറഞ്ഞു, പാട്ട് പാടിയിട്ട് വോട്ടില്ലാണ്ടാക്കരുത്, സൂക്ഷിച്ചു വേണമെന്ന്. രണ്ട് വരിയേ ഉള്ളൂ. ധ്വനി എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമാണ് അത്. ജാനകി ജാനേ രാമ ജാനകി ജാനേ, ഈ പാട്ടാണ്. ഇത് സംഗീതം ചെയ്തത് നൗഷാദ് എന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയും എഴുതിയത് യൂസഫ് അലി കച്ചേരി എന്ന് പറയുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയുമാണ്. എൻ്റെ ഗുരുനാഥനായിട്ടുള്ള സലീം കുമാർ അഭിനയിച്ച ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിൽ മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്. ഇത് പാടിയത് ശങ്കർ മഹാദേവനും സംഗീതം ചെയ്തത് രമേശ് നാരായണനുമാണ്. ഒരു മറവത്തൂർ കനവ് എന്ന് പറയുന്ന ചിത്രത്തിൽ കരുണാമയനെ കാവൽ വിളക്കേ എന്ന് പറയുന്നൊരു ഗാനമുണ്ട്. ക്രിസ്തീയ ഭക്തി ഗാനമാണ്. ഇത് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം കൊടുത്തത് വിദ്യാസാഗറുമാണ്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ മേഖല. അവിടെ നിന്നും കേരള സ്റ്റോറി പോലെയുള്ള ചിത്രങ്ങൾ നമ്മുടെ തിയേറ്ററുകളിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് കലങ്ങിപ്പോയത് കഴിഞ്ഞ കുറച്ചധികം നാളുകൾ കൊണ്ടാണ്. അങ്ങനെ കലങ്ങി ഈ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ റിലീസായ കേരള സ്റ്റോറി എന്ന ചിത്രത്തെ എങ്ങനെ കേരള ജനത തള്ളിക്കളഞ്ഞോ അതേപോലെ തന്നെ BJPയെ പാലക്കാട് നിന്നും യാതൊരു സംശയത്തിൻ്റെയും വകയില്ല. മതസൗഹാർദ്ദവും ഒത്തൊരുമയും മുൻനിർത്തി രമേഷ് പിഷാരടി നടത്തുന്ന ഹൃദയസ്പർശിയായ ഒരു പ്രസംഗമാണിത്. കലയ്ക്കും സംഗീതത്തിനും മതമില്ലെന്നും എല്ലാവരും ഒരേ മനസ്സോടെ കഴിയുന്ന ഒരു കേരളത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. കേരളത്തിൻ്റെ ഈ ഒരുമയെ തകർക്കാൻ ശ്രമിക്കുന്ന കേരള സ്റ്റോറി പോലുള്ള സിനിമയും ആശയങ്ങളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. UDFന് വേണ്ടി വളരെ രസകരമായി ഈ ഉദാഹരണങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്.